മൊഡ്യൂൾ 4 സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസിനെ കുറിച്ചാണ്. സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് ആർ ഓർഗനൈസ്ഡ് ടു സ്റ്റിമുലേറ്റ് ക്വിക്കർ ഓർ ഗ്രേറ്റർ പർച്ചേസ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് നമ്മൾ വെക്കുന്നത് പെട്ടെന്ന് നമ്മൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസിൽ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസിൽ ഇൻക്രീസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ്. ഓക്കെ, 3 ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ആണ് ഒരു സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ വെക്കുന്നത് കൊണ്ട് ഉള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ദ പ്രൊമോഷണൽ മെസ്സേജ് റീച്ചസ് ടു ടാർഗറ്റ് ഓഡിയൻസ്. ഫസ്റ്റ് തന്നെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ള മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ദ മെസ്സേജ് ഇസ് അണ്ടർസ്റ്റുഡ് ബൈ ദ ഓഡിയൻസ്. പ്രൊമോഷൻ മെസ്സേജ് കസ്റ്റമേഴ്സ് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് അണ്ടർസ്റ്റുഡ് ആവുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ദ മെസ്സേജ് സ്റ്റിമുലേറ്റ്സ് ദ റെസിപ്പിയൻസ് ടു ടേക്ക് ആക്ഷൻ. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം പ്രൊഡക്റ്റിനെ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ പർച്ചേസ് എന്ന് പറയുന്നത് ടു ബൈ ദ പ്രൊഡക്റ്റ് അല്ലേ, ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ലാസ്റ്റ് മോട്ടീവ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഇൻ പർച്ചേസ്. അപ്പോൾ ആ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ, ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനാണ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് വെക്കുന്നത്. ദെൻ പിന്നെ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജർ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. The firm has to first examine and understand the needs of its target market. It has to understand the current users, influencing group, etc., and evaluate the past sales to know what consumers bought. This will help a firm to calculate future sales needs. അപ്പോൾ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് അവർക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് രീതിയിലുള്ള പ്രൊഡക്ട്സാണ് കൺസ്യൂമേഴ്സിന് കൂടുതൽ അവർ ബൈ ചെയ്യുന്നത്, കറണ്ടായിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ യൂസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പ്സ്. നമുക്കറിയാം ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൾച്ചർ വരാം, സൊസൈറ്റി വരാം, ഫാമിലി വരാം, അങ്ങനെ പല ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ്സ് ഉണ്ടാവും ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രഡീഷൻ കൊണ്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അത് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ പാസ്റ്റ് സെയിൽസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പാസ്റ്റ് സെയിൽസ് ഇവാലുവേറ്റ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് വാങ്ങാറുള്ളത് എന്നുള്ളത്. ദെൻ ദിസ് വിൽ ഹെൽപ്പ് ഫേം ടു കാൽക്കുലേറ്റ് ഫ്യൂച്ചർ സെയിൽസ് നീഡ്സ്. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾക്ക് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും കൺസ്യൂമേഴ്സ് കൂടുതൽ ബൈ ചെയ്യാനായിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ ബൈ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫൈനിങ് ദ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. Promotional objectives should be stated in terms of long or short-term behaviors by people who have been exposed to the promotional communication. Then these objectives are to be clearly stated on the basis of different phases of marketing development, that is introduction, growth, maturity and decline. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളാണ് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് ഡിക്ലൈനിങ് സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജുകളിൽ ഓരോ സ്റ്റേജിലും ഡിഫറെൻറ്റ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ് വേണ്ടത് അല്ലേ. അതായത് ഓരോ സ്റ്റേജിലും ഓരോ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഈ പറയുന്ന 4 സ്റ്റേജിലും 4 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ആ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള, കൂടുതൽ ഓഫേഴ്സൊക്കെ കൊടുത്ത് ഫസ്റ്റ് തന്നെ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കസ്റ്റമേഴ്സിൽ, അതിനെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഗ്രോത്ത് സ്റ്റേജിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് മെച്യൂരിറ്റി സ്റ്റേജ് ആകുമ്പോൾ അത് മാക്സിമം അതിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ടാവും. ദെൻ ഡിക്ലൈനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെയിൽസ് കുറയുന്ന ആ ഒരു ടൈമാണ്. ആ ടൈമിലും നമ്മൾ മാക്സിമം ഓഫേഴ്സൊക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേജിൽ അല്ലെങ്കിൽ പല ഫേസസിൽ പല ഒബ്ജക്റ്റീവ്സാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിളിൻ്റെ ബിഹേവിയറും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളതിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈഡിങ് ദ പ്രൊമോഷൻ മിക്സ്.
ഇനി നമ്മൾക്ക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ദെൻ ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള പ്രൊമോഷൻ മിക്സ് നമ്മൾ സെലക്ട് ചെയ്യാം. ദ ഇൻഫർമേഷൻ ഡിറൈവ്ഡ് obtained from the assessment of marketing opportunities will assist the firm in deciding the promotion mix to be used. The firm may decide the combination of different promotion elements, that is advertising, sales promotion, personal selling, direct marketing, publicity, public relation, etc. as per the needs of market concerned. Okay, അപ്പോൾ ഇവിടെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കോപ്പപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊമോഷണൽ മിക്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോഷണൽ മിക്സ് എന്ന് പറയുമ്പോൾ പല പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലെങ്കിൽ പല പ്രൊമോഷണൽ എലമെൻറ്റ്സ് പ്രൊമോഷണൽ മിക്സിൽ വരുന്നത് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻ, ഇതൊക്കെ പ്രൊമോഷണൽ മിക്സിൻ്റെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ എലമെൻറ്റ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സിംഗിളായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻ യൂസ് ചെയ്താൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റെപ്പ്, ഫോർമുലേറ്റിംഗ് ദ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. In this stage, a firm has to focus on the sales promotion strategies to be followed. The strategy to be push strategy, pull strategy, combination strategy. പുഷ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനൊക്കെ ആ പ്രോഡക്റ്റ് കൂടുതൽ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുഷ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ദെൻ പുൾ സ്ട്രാറ്റജി വരുമ്പോൾ കൺസ്യൂമേഴ്സിനെയാണ് അത് കൂടുതൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. അവിടെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനെ ആയിരിക്കും. ദെൻ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിലേഴ്സിനെയും ഹോൾസെയിലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പായിരിക്കും. ദെൻ അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇതിലേത് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഡിസൈനിങ് സെയിൽസ് പ്രൊമോഷൻ സ്കീംസ്. Then the firm has to develop sales promotion schemes in accordance with the sales promotion strategy adopted. If it is push strategy, the scheme must be derived to induce distributors and retailers to sell the product. നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ പ്രൊമോഷൻ സ്കീംസ് ഫിക്സ് ചെയ്യുന്നത്. പ്രൊമോഷൻ സ്കീംസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പുഷ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നതെങ്കിൽ പുഷ് സ്ട്രാറ്റജി മെയിനായിട്ട് ആരെയാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഇൻഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു സ്കീംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അവരെ ഇൻഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡെവലപ്പിംഗ് പ്രൊമോഷൻ ബഡ്ജറ്റ്. Then a firm has to determine the total promotion budget. This involves determining cost per market and promotion mix elements. The firm has to break down fund allocations among different promotion elements to determine the affordability and the percent of sales. By breaking down this cost, the firm will get better idea on measuring the success of potential of the campaign. അപ്പോൾ ഇവിടെ പ്രൊമോഷൻ ബഡ്ജറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. പ്രൊമോഷൻ ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ ഏതൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊമോഷൻ മിക്സിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. ദെൻ അവിടെ നമ്മളുടെ കയ്യിലുള്ള നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫണ്ട്സ് എല്ലാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുക. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ടോട്ടൽ പ്രൊമോഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾക്ക് വരുന്ന കോസ്റ്റിനെ ആദ്യം തന്നെ ഡിറ്റർമൈൻ ചെയ്യണം. നമ്മൾ ഏത് പ്രൊമോഷൻ മിക്സ് ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സിലെ ഏത് എലമെൻ്റ് ആണ്, അഡ്വർടൈസിംഗ് ആണോ, പേഴ്സണൽ സെല്ലിംഗ് ആണോ, സെയിൽസ് പ്രൊമോഷൻ ആണോ, മാർക്കറ്റിംഗ് ആണോ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ, പബ്ലിസിറ്റി ആണോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ കോസ്റ്റ് ഫിക്സ് ചെയ്യുക. ദെൻ the firm has to break down fund allocations among different promotion elements and to determine the affordability and percentage of sales. ഇവിടെ നമ്മൾ ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണോ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഏത് എലമെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കോസ്റ്റ് കുറവ് ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ ബെറ്റർ എഫക്റ്റീവ്നെസ് കിട്ടുന്നത് ഏതാണ് എന്നുള്ളതും നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സിക്യൂഷൻ ഓഫ് ക്യാമ്പയിൻ. In this stage, a firm implements a sales promotion campaign. The campaign should be implemented effectively to attract the customers. An effectively implemented sales promotion campaign yield a faster and an effective response in sales promotion than
other promotion tools. ഓക്കെ, അപ്പോൾ മറ്റുള്ള ഏത് പ്രൊമോഷൻ ടൂൾസിനെ വെച്ച് കമ്പയർ ചെയ്താലും നമ്മൾക്ക് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ആസ് കമ്പയർഡ് ടു അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻ. ഇതൊക്കെ കുറച്ചുകൂടി ടൈം കൺസംഷൻ വരുന്ന ഒരു മെത്തേഡാണ്. അതായത് അത് കൺസ്യൂമേഴ്സിലേക്ക് എത്താനും അതിൽ നിന്ന് റിസൾട്ട് കിട്ടാനും കുറച്ച് ടൈം ലാഗ് വരുന്നുണ്ട്. പക്ഷേ സെയിൽസ് പ്രൊമോഷൻ അങ്ങനെയല്ല. നമ്മൾ ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞു ഷോർട്ട് പീരീഡിലേക്കാണ്, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റിനുള്ളിൽ നമ്മളത് ബൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഓഫർ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സ് അത് ബൈ ചെയ്യാനായിട്ട് അവരെ അത് ഇൻഡ്യൂസ് ചെയ്യും. സോ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതും ക്വിക്കറായിട്ടുള്ള ഒരു എലമെൻറ്റാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏത് സെയിൽസ് പ്രൊമോഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ദെൻ ഇവാലുവേഷൻ ഓഫ് ക്യാമ്പയിൻ എഫക്റ്റീവ്നെസ്. ലാസ്റ്റ് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ, ദ ഫേം ഹാസ് ടു മെഷർ ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. Firm uses different methods to measure sales promotion effectiveness. The most common method to compare sales before, during, after a sales promotion campaign. ഇവിടെ വരുന്നത് സെയിൽസ് പ്രൊമോഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മെയിനായിട്ട് സാധാരണയായിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ഇറക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് സെയിൽസ് എന്നുള്ളത് കമ്പയർ ചെയ്യുക. ദെൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഡിഫറൻസ്, സെയിൽസിൽ വരുന്ന ഡിഫറൻസ് മെഷർ ചെയ്യുക. ദെൻ ആഫ്റ്റർ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ എന്താണ് അതിൽ വരുന്ന സെയിൽസിൽ വരുന്ന ഡിഫറൻസ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് മനസ്സിലാവും ഇത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ സെയിൽസിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ എഫക്റ്റീവ് ആണ്. ദെൻ ഡിക്രീസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് ഇൻഎഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡ് ഇക്വിറ്റിയും തമ്മിലുള്ള ഒരു ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സെയിൽസ് പ്രൊമോഷൻ ഇസ് യൂസ് ടു ക്രിയേറ്റ് എ ടെമ്പററി സ്റ്റിമുലസ് ഓൺ ദ സെയിൽസ് ഓഫ് എ ബ്രാൻഡ് ബൈ മേക്കിംഗ് കൺസ്യൂമേഴ്സ് എ സ്പെഷ്യൽ ഓഫർ. നമ്മൾക്കറിയാം സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് പെട്ടെന്ന് കുറച്ച് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ സെയിൽസിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള മെഷറാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം ആണ്, അതുകൊണ്ട് തന്നെ ഇത് ടെമ്പററി ആണ്. Then consumers are expected to act on this offer, which in turn has an immediate effect on the sales volume of an organization. അപ്പോൾ കൺസ്യൂമേഴ്സ് ആ ഒരു ഓഫർ വരുന്ന ആ ടൈമിലായിരിക്കും, നമ്മൾ പറഞ്ഞു ഓഫർ വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫർ വരുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റമർ അതിന് റെസ്പോണ്ട് ചെയ്യുകയാണ്. ഓക്കെ, then but another major objective of sales promotion is to lead consumers through a process of generating brand awareness, brand associations, and then positive attitude and positive behaviors. അപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്. ഒരു പ്രൊഡക്റ്റ് കൂടുതൽ പോപ്പുലർ ആക്കുക അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ പോപ്പുലർ ആക്കുക, അതിനെക്കുറിച്ച് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ ഇവിടെ വരുന്നുണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആർക്കും അവയർനെസ് ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കൊടുത്ത് കസ്റ്റമേഴ്സ് അത് കൂടുതൽ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പോപ്പുലറായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രാൻഡിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കസ്റ്റമേഴ്സിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടാവുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ബ്രാൻഡ് ഇക്വിറ്റി. ഓക്കെ, ബ്രാൻഡ് ഇക്വിറ്റി is a sum total of values, assets and liabilities generated by a branded product over a period of time. It is referred to as the additional amount of money consumers are willing to pay for the brand compared to other brands. അപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള പ്രൊഡക്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിന് ഒരു അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ടാണ് എന്നുണ്ടെങ്കിലും അത് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾക്ക് റിലയൻസിൻ്റെ ബ്രാൻഡ് എടുക്കാം. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് ഒരു 500 ഒക്കെ എമൗണ്ട് ആകുന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ 700-800 എമൗണ്ട് ആകുന്നുണ്ടാവും. പക്ഷേ ആ ബ്രാൻഡിൻ്റെ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കൊണ്ട്
ആ പ്രോഡക്റ്റ് വാങ്ങാനായിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിന് അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ടാണെങ്കിൽ പോലും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കൺസ്യൂമേഴ്സ് വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ദെൻ companies can create brand equity for their products by making them memorable, easily recognizable and superior in quality and reliability. ഈ എക്സാമ്പിളിൽ തന്നെ നമ്മൾ പറയാം, നമ്മൾക്ക് ക്വാളിറ്റി കൂടുതലാണ് റിലയൻസിൻ്റെ, അതുപോലെ റിലയൻസ് ഫ്രഷ് ആണെങ്കിലും അതുപോലെ ട്രെൻഡ്സ് ആണെങ്കിലും അതിൻ്റെ ക്ലോത്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾക്ക് പറയാം ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. ഓക്കെ, മേജർ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അതിലാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിന് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കണം, കസ്റ്റമേഴ്സിന് വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സെയിൽസ് പ്രൊമോഷൻ റിസൾട്ട് ഇൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ എ ബ്രാൻഡ്. ദ മേജർ എഫക്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഓൺ ബ്രാൻഡ് ഇക്വിറ്റി ആർ ഡീറ്റെയിൽഡ് ബിലോ. അപ്പോൾ ബ്രാൻഡ് ഇക്വിറ്റിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് താഴെ കൊടുക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ബ്രാൻഡ് ഇക്വിറ്റിയിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റിയെ പോസിറ്റീവായിട്ട് സെയിൽസ് പ്രൊമോഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പോസിറ്റീവ് എഫക്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഓൺ ബ്രാൻഡ് ഇക്വിറ്റി. ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് അവയർനെസ് ഓഫ് ബ്രാൻഡ് എമംഗ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ബ്രാൻഡ് കൂടുതൽ അവെയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ അതിന് കുറച്ച് ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് ആദ്യം തന്നെ ബൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓഫർ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അവെയർനെസ് അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കാനായിട്ട് സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസ്യൂമേഴ്സ് ഡെവലപ്പ് എ വാല്യൂ ഓർ പെർസെപ്ഷൻ ഓഫ് എ ബ്രാൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. Then if they see the offer as highly favorable, then it may strengthen the relationship between consumer and the brand. അപ്പോൾ ഇതുപോലെ ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ എഫക്റ്റീവായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ആണെങ്കിൽ എന്തായാലും അത് കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഇൻഡ്യൂസ്ഡ് ആവും. ദെൻ കസ്റ്റമേഴ്സ് കൂടുതൽ വാങ്ങിക്കുമ്പോൾ അത് ഒരു ഫേവറബിൾ പ്രൈസ് ആയിരിക്കും അല്ലേ. ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിന് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങുന്നതാണ്. ദെൻ അത് ബ്രാൻഡും അതുപോലെ കൺസ്യൂമേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then sales promotion can develop meaningful points of difference to brand and associations to particular brand. ബ്രാൻഡുകൾ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, അതായത് ഒരു ബ്രാൻഡിനെ മറ്റൊരു ബ്രാൻഡിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കുന്നത് ചിലപ്പോൾ സെയിൽസ് പ്രൊമോഷൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം. ഓക്കെ, കൂടുതൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനായിരിക്കും കൂടുതൽ ഡിമാൻഡ്. ഓക്കെ, അത് സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എഫക്റ്റാണ്. ദെൻ നെക്സ്റ്റ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഓൺ ബ്രാൻഡ് ഇക്വിറ്റി. ഇഫ് ദ കമ്പനി follows huge sales promotion effort in establishing a high brand image for a low quality product, then consumers may perceive it as a substandard brand. അപ്പോൾ ലോ ക്വാളിറ്റി പ്രോഡക്റ്റിന് നമ്മൾ ഹൈ എമൗണ്ട് ഒക്കെ മുടക്കിയിട്ട് നല്ല സെയിൽസ് പ്രൊമോഷൻ എഫേർട്സ് ഒക്കെ എടുത്ത് നല്ലൊരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി പ്രോഡക്റ്റാണ്, പക്ഷേ അതിൻ്റെ സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ആ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സ് വാങ്ങിക്കാനായിട്ട് ഇടവരുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഒരു പെർസെപ്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കാനായിട്ടത് അത് ലീഡ് ചെയ്യും. അങ്ങനെ ഒരു തോട്ടിലേക്ക് കസ്റ്റമേഴ്സിനെ ലീഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫ്രീക്വൻ്റ്ലി conducted sales promotion can lead consumers to buy a brand at discounted prices. Consumers will be unwilling to buy the brand at its earlier, that is pre-promotion prices. It may lead to the situation of permanent cut in the price of a brand. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഡിസ്കൗണ്ട്സും ഓഫേഴ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന ടൈം അല്ലെങ്കിൽ ആ ഡിസ്കൗണ്ട് കിട്ടുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അവിടെ കൺസ്യൂമേഴ്സ് മറന്നുപോകും. ഓക്കെ, കൺസ്യൂമേഴ്സ് അതിൻ്റെ ആക്ച്വൽ പ്രൈസിന് പിന്നീട് അതിൻ്റെ ആക്ച്വൽ പ്രൈസിന് കൺസ്യൂമേഴ്സ് അത് ഫോക്കസ് ചെയ്യില്ല, ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും ഫോക്കസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ച്വൽ പ്രൈസിൽ വിൽക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ എല്ലാ ടൈമിലും ആ ഒരു കട്ട് ചെയ്ത പ്രൈസ് അല്ലെങ്കിൽ ഓഫർ പ്രൈസിന് തന്നെ ആ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് കൊടുക്കേണ്ട ഒരവസ്ഥ വരും. Then consumers may reduce or stop their purchase of brand following frequent sales promotion, as the brand may lose its popularity due to excessive promotion. അപ്പോൾ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ
കൺസ്യൂമേഴ്സിന് ആ പ്രോഡക്റ്റിലുള്ള ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകാനും അത് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ ഒരു പോപ്പുലാരിറ്റി കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. ദെൻ when a brand hopes to attract customers with the price discounts and other incentives, there is always a suspicion as to whether the brand is dropping its quality in order to manage lower prices. This suspicion may lead to fall in sales volume. അപ്പോൾ ഒരു ബ്രാൻഡിൽ എപ്പോഴും ഡിസ്കൗണ്ട്സ് ഓഫറും ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലൊരു തോട്ട് ഉണ്ടാവും, ദാറ്റ് ഈസ് ആ പ്രോഡക്റ്റ് ലോവർ പ്രൈസിന് കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയും കുറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ടാണ് അത് അത്രയും ലോവർ പ്രൈസിന് കൊടുക്കുന്നത് എന്നുള്ളൊരു തോട്ട് കസ്റ്റമേഴ്സിൽ ഉണ്ടാവുകയും അത് അതിൻ്റെ സെയിൽസിനെ ബാധിക്കുകയും ചെയ്യും. അതായത് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റാണ് എന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ തോട്ടിൽ വരികയും അതുപോലെ തന്നെ അതിൻ്റെ സെയിൽസ് കുറയുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഓവർ സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ബ്രാൻഡിൻ്റെ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ അവയർനെസ്സിലും അതിൻ്റെ ഒരു സെയിൽസിലും ഉണ്ടാകുന്ന ചേഞ്ചസ്. ഓക്കെ, താങ്ക് യു.